إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يجادلون في آيات الله بغير سلطان أتاهم إن في صدورهم إلا كبر ما هم ببالغين فاستعذ بالله إنه هو السميع البصير. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന ജാഗ്രതയോടുകൂടെ കഴിയുവാനും അവനെ കണ്ടുമുട്ടുക എന്നത് വളരെ സന്തോഷകരമാക്കി തീർക്കാൻ ആവശ്യമായ അമലുകളും പ്രവർത്തനങ്ങളുമൊക്കെ ധാരാളമായി ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക, മറക്കാതിരിക്കുക. അല്ലാഹു നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിലേക്ക് ദിവസവും കൂടുതലായി അടുക്കുക, ഒരു കാരണവശാലും അവനിൽ നിന്ന് അകന്നു പോവാതെ സൂക്ഷിക്കുക. ഈ കാര്യങ്ങളായിരുന്നു അല്ലാഹുവുമായുമുള്ള ബന്ധത്തെ ശക്തമാക്കാൻ നമ്മൾ സംസാരിച്ചത്. അല്ലാഹുവുമായി അടുക്കുന്നതിന് പകരം അവൻ വെറുക്കുന്ന അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ചില സന്ദർഭങ്ങളെ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിനോടൊരു പോരാട്ടം നടത്തുക, ഒരു ധിക്കാരം. സാധാരണഗതിയിൽ നമ്മളോട് യോജിക്കാത്ത, വിയോജിക്കുന്ന പ്രതിയോഗിയെ കണ്ടാൽ അയാളോട് ഒരു പോരാട്ടഭാവം നമുക്കുണ്ടാകും. എങ്ങനെയെങ്കിലും അയാളെ അടിച്ചിരുത്തണം, പരാജയപ്പെടുത്തണം എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകും. എന്നാൽ അള്ളാഹുവിനോട് അത്തരം ഒരു ചിന്തയുണ്ടായാലോ, എനിക്ക് അള്ളാഹു വേണ്ട, അതെല്ലാം പഴഞ്ചനാണ്, 6-ാം നൂറ്റാണ്ടിന്റെ വിശ്വാസമാണ്, ബുദ്ധിയും സയൻസുമെല്ലാം വിജയിച്ചിരിക്കുന്ന എനിക്ക് ഈ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന ചിന്തയുണ്ടായാലോ, അതിനെയാണ് അള്ളാഹുവിനോടുള്ള പോരാട്ടമായി ഖുർആൻ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ വെറുക്കുന്ന, അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന, പോരാടുന്ന ചില രംഗങ്ങളും ഒരു മുന്നറിയിപ്പ് എന്നോണം ഖുർആൻ അറിയിക്കുന്നുണ്ട്. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താൻ, ഒരു തെളിവും പ്രമാണവും ഒരു ആധികാരിക രേഖയുമില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകൾ, അവർക്ക് എന്താവുന്ന കാരണം, ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബർ, അവരുടെ മനസ്സിൽ കിബർ മാത്രമാണ് ഉണ്ടാവുക. കിബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഹങ്കാരം. ഒരു കാര്യം അംഗീകരിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വികാരമാണ് കിബർ. എപ്പോഴാണ് കിബർ ഉണ്ടാവുക? ഞാനാകുന്നു വലിയവൻ, എൻ്റെ അപ്പുറത്തേക്ക് ആരും വരേണ്ടതില്ല, എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആരും തയ്യാറാവേണ്ടതില്ല എന്ന
ഒരു സ്വയം പര്യാപ്തതാ ബോധം ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾ കിബിർ, അഹങ്കാരമുള്ളവനാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അഹങ്കാരത്തെ പറ്റി അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്. ബത്തറുൽ ഹഖ്, സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പിന്മാറുന്ന അവസ്ഥയെയാണ് റസൂലുള്ള അഹങ്കാരമായിട്ട് പറയുന്നത്. ആ അഹങ്കാരം അല്ലാഹുവിനോട് നേരെയാണെങ്കിൽ അതിന് പരിഹാരമില്ല. മാഹും ബിബാലിഗി, ഒരിക്കലും അല്ലാഹുവിനോടുള്ള പോരാട്ടം വിജയിക്കുകയില്ല. അള്ളാഹുവിനോട് എതിർത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും നേടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടുകയുമില്ല. ഈ ഒരു പോരാട്ടമാണ് സമൂഹത്തിൽ ദൈവനിഷേധമായിട്ട് അല്ലെങ്കിൽ നാസ്തികതയായിട്ട്, പല പേരുകളും അതിനുണ്ട്, സ്വതന്ത്ര ചിന്തയായിട്ട് ഇന്ന് കേൾക്കുന്നത്. അതൊരു സ്വതന്ത്ര ചിന്തയേ അല്ല. നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും മറ്റാർക്കോ വേണ്ടി പണയം വെക്കുകയാകുന്നു എന്നാണ് ഖുർആൻ അവരെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല ചിന്ത, ബുദ്ധി, പഠിക്കാൻ അന്വേഷിക്കുവാനുള്ള കഴിവ് നൽകിയിരിക്കുന്ന മനുഷ്യന് അതിലൂടെ തന്നെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും. അധികമൊന്നും പഠിക്കേണ്ടതില്ല, അധികമൊന്നും റിസർച്ച് ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ വളരെ ശരാശരി ബുദ്ധിക്ക് ഒതുങ്ങുന്നതാണ് അല്ലെങ്കിൽ വഴങ്ങുന്നതാണ് അള്ളാഹു എന്ന വിശ്വാസം. അത് ഉൾക്കൊള്ളാതെ പിന്തിരിയുന്നവരുടെ മനസ്സിൽ ഖുർആൻ ആക്ഷേപിക്കുന്നത് കിബിർ, അഹങ്കാരം ഉണ്ട് എന്നാണ്. അതാണ് അള്ളാഹുവിനോട് പിണങ്ങുന്ന, അവൻ നമ്മളെ വെറുക്കുന്ന ഒരു രംഗമായിട്ട് പറയുന്നത്. രണ്ടാമത് ഖുർആൻ പറയുന്നത് സൂറ നംലിൽ നമുക്കിപ്രകാരം വായിക്കാം. വജഹദു ബിഹ വസ്തൈഖനത്ഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ. അല്ലാഹു എന്ന സത്യത്തെ ആളുകൾ നിഷേധിച്ച് കൈവടിഞ്ഞു. എന്താണ് കാരണം? അറിയാത്തതല്ല, പരിചയമില്ലാത്തതല്ല. വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവർക്കത് ബോധ്യം വന്നിരിക്കുന്നു. അല്ലാഹു എന്നത് സത്യമാണ്, പരമാർത്ഥമാണ്, സംശയമേ ഇല്ല എന്ന കാര്യം ആളുകൾക്ക് ബോധ്യം വന്നിട്ടും അവർ അതിനെ നിഷേധിക്കുകയാണ്. കാരണം ളുൽമൻ വഉലുവൻ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാനാണ് വലിയവൻ എന്ന ചിന്ത, ഉലൂവ്. വേറെ ഒന്ന് ളുൽമ്, അനീതി. എന്തെങ്കിലും അനീതി, അതിക്രമം അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടെങ്കിൽ, ഞാനാണ് വലിയവൻ എന്ന ചിന്തയുണ്ടെങ്കിൽ സത്യം എത്ര ബോധ്യപ്പെട്ടാലും ആ സത്യം അംഗീകരിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. അവിടെയും ഖുർആൻ കുറ്റപ്പെടുത്തുന്നത് മനുഷ്യന്റെ ചിന്താരീതിയെയാണ്. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്നതിന് ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പഠിക്കുക. അള്ളാഹു ആരാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മുടെ കൺമുമ്പിലുള്ള, നമ്മുടെ സ്വന്തം മുമ്പിലുള്ള ഏതാനും കാര്യങ്ങൾ പഠിക്കുക. അത് പഠിച്ചാൽ സ്വാഭാവികമായും എളുപ്പത്തിൽ അള്ളാഹുവിലേക്ക് എത്താം. മറ്റൊന്ന്, അള്ളാഹുവിനോട് പിണങ്ങുന്ന, അള്ളാഹു നമ്മളെ വെറുക്കുന്ന മൂന്നാമത്തെ കാര്യമായി പറയുന്നത് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിക്കാവുന്ന പ്രവണത ഉണ്ടാവുക എന്നതാണ്. ഖുർആൻ പറയുന്നു, യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹുമുൽ കാഫിറൂൻ. ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്ത് മനസ്സിലാക്കുന്നു. വായുവും വെള്ളവും ജീവനവും എല്ലാം അള്ളാഹുവാണ് നൽകിയത് എന്ന് ആളുകൾക്ക് മനസ്സിലായി. എന്നിട്ടോ സുമ്മ യുൻകിറൂനഹ, പക്ഷേ അത് നിഷേധിക്കുന്നു. ആ നിഷേധം അവരെ കുഫ്റിലേക്ക്, സത്യനിഷേധത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് രണ്ട് പ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയിരിക്കുന്നത്. ഒന്ന് ഇൽമ്, അലിമ, അറിയുക എന്ന വാക്ക്. പല കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവുണ്ട്,
വേറെ ഒന്ന് അറഫ, മഅരിഫത്ത്, അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക എന്നത്. ഒരു കാര്യം നന്നായി അറിഞ്ഞ് മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് അത് മഅരിഫത്തായിട്ട് മാറുക. അള്ളാഹുവിനെ പറ്റി വേണ്ടത് ആ ഒരു മഅരിഫത്താണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി യഅലമൂന എന്നല്ല, യഅരിഫൂന, നന്നായി സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേവലം അറിവല്ല, പക്ഷേ വീണ്ടും അവർ തല തിരിഞ്ഞ് നന്ദികേടിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒന്നുകിൽ കിബിർ, അഹങ്കാരം, അല്ലെങ്കിൽ അതിക്രമം, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുക. ഈ 3 വഴിയിലൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് തെറ്റി പോകുന്നത് എന്നതാണ് കാരണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സത്യനിഷേധവും പിന്നീട് നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്നിരിക്കുന്ന സത്യനിഷേധവും ഇപ്പോഴ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവനിഷേധവും ഒക്കെ അതിൻ്റെ ഓരോ പകർപ്പുകളാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് വേണ്ടത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ബുദ്ധിയും ചിന്തയും പഠിക്കാനുള്ള കഴിവും അല്ലാഹുവിലേക്ക് വഴി തിരിച്ചു വിടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലാ തകുൻ അബ്ദ വൈരിക, നിങ്ങൾ വേറെ ഒരുത്തന്റെ അടിമയാവാൻ പാടില്ല. മറ്റൊരാൾ പറയുന്നത് പോലെ കേട്ട് നടക്കുന്ന ഒരാളാവാൻ പാടില്ല, അയാളുടെ അടിമയാവാൻ പാടില്ല. എന്താണ് കാരണം? വഖദ് ജഅലല്ലാഹു ഹുർറൻ, അല്ലാഹു നിന്നെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് വേറൊരാളുടെ അടിമയാവുന്നത്? സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ രാജ്യത്തിന്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുൻഗാമികളെല്ലാം വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുവാനും നടക്കുവാനും പ്രവർത്തിക്കുവാനും ആരെയും പേടിക്കാതെ ജീവിക്കുവാനുമുള്ള ഒരു ആനുകൂല്യം സ്വാതന്ത്ര്യത്തിലൂടെ കിട്ടുമ്പോൾ അതിന് മതം നൽകുന്ന മറ്റൊരർത്ഥം, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, നാട്, സ്വാതന്ത്ര്യം ഒക്കെ വേണം. അതിനേക്കാളേറെ ഈ സ്വാതന്ത്ര്യത്തെ വഴി തിരിച്ചു വിടേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു നമ്മളെയെല്ലാം ഹുർറ്, സ്വതന്ത്രരായിട്ടാണ് വളർത്തിയിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരുത്തന്റെ പിന്നാലെ പോയി അയാൾക്ക് അടിമയായിട്ട് നീ മാറാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വേറൊരാളുടെ പിന്നാലെ പോയി അയാൾക്ക് അടിമയായി മാറുമ്പോഴാണ് അള്ളാഹുവിനെ കണ്ടെത്താതിരിക്കുക. അതാണ് കാരണം. ഹസനുൽ ബസരി, അദ്ദേഹം വലിയൊരു പണ്ഡിതനും താബികളിൽപ്പെട്ട പ്രസിദ്ധനുമാണ്. അദ്ദേഹം പറയുന്നത്, മൻ അറഫ റബ്ബഹു ഫഅഹബ്ബഹു, ഒരാൾക്ക് അള്ളാഹുവിനെ, റബ്ബിനെ യഥാവിധി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും. വമൻ അഹബ്ബഹു അത്വഅഹു, അള്ളാഹുവിനോട് സ്നേഹം തോന്നിയാൽ പിന്നെ അവനെ ധിക്കരിക്കുകയില്ല, അവനെ അനുസരിക്കും. വമൻ അതാഅഹു അദ്ഖലഹുൽ ജന്ന, അള്ളാഹുവിനെ അനുസരിച്ചാലോ സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. അപ്പൊ നമ്മൾക്ക് മനസ്സിലുള്ള ഒരു വികാരമാണ് സ്നേഹം. ആ സ്നേഹത്തിന്റെ ഉൽപ്പന്നമാണ് അനുസരണം, ബഹുമാനം. ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാളെ നമ്മൾ ചേർത്ത് പിടിക്കും, അയാളെ ബഹുമാനിക്കും, അയാൾ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിക്കും, അനുസരിക്കും. ഇത് മനുഷ്യർ തമ്മിൽ പങ്കുവെക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ അതിനേക്കാളേറെ ആ വികാരം നമ്മൾ നിർവഹിക്കേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത് പടച്ചവനോട്, അള്ളാഹുവിനോടായിരിക്കണം. അങ്ങനെ അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാവുകയും ആ സ്നേഹം അനുസരണമായി ബഹുമാനമായി മാറുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ കൂടെ നമുക്ക് നിൽക്കാനും അവനോട് കൂടുതലായി അടുത്തടുത്ത് പ്രവർത്തിക്കുവാനും സാധിക്കുക. അത്തരത്തിൽ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ, അള്ളാഹുവുമായുള്ള ബന്ധം നിരന്തരം
ഊഷ്മളമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മനസ്സിനെ അതിനു വേണ്ടി എപ്പോഴും പാകപ്പെടുത്തുക. അനാവശ്യമായ അതിക്രമ ചിന്തകളോ അഹങ്കാര ചിന്തകളോ ഇല്ലാതെ അള്ളാഹുവിന് മുമ്പിൽ വിനയത്തോടുകൂടെ അവന്റെ ഒരു അടിമ എന്ന പോലെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ കാര്യം എളുപ്പമാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു നമ്മയെല്ലാം നല്ല ബുദ്ധിയും നല്ല ചിന്തയും നൽകി ഈമാനിലേക്ക് വളരെ വളരെ കൂടുതൽ അടുക്കുവാൻ, അള്ളാഹുവിന്റെ കൂടെ തന്നെ കഴിയുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൽ നിന്ന് അകലാൻ കാരണമായേക്കാവുന്ന നാലാമതൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. നാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്തിന് കിട്ടാതിരിക്കുക. പലതും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സമയത്തിന് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ നിരാശയുണ്ടാകും, മടുപ്പുണ്ടാകും. എന്നാ പിന്നെ ഈമാനൊക്കെ മതി എന്ന ഒരു പിൻവാങ്ങൽ ചിന്തയും ഉണ്ടാകും. അത് വളരെ കരുതിയിരിക്കണമെന്നാണ് റസൂലുള്ളാഹ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം ഇപ്രകാരമാണ്: ലാ യഹ്മിലന്ന അഹദകും ഇസ്തിബ്ത്വാ അർറിസ്ഖി അൻ യതുലബഹു ബിമഅസിയത്തില്ലാഹ് ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിത്വാഅതിഹി. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വൈകുന്നുവെങ്കിൽ അത് കാരണം തെറ്റ് ചെയ്യാൻ പാടില്ല. കുറെ പ്രാർത്ഥിച്ചു, കുറെ ചോദിച്ചു, കുറെ സുജൂദിൽ കടന്നു, എന്നിട്ടും കിട്ടിയില്ല എങ്കിൽ പിന്നെ വളഞ്ഞ വഴി ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് അവനെ അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. തെറ്റിന്റെ വഴിയിലൂടെ, മോശമായ വഴിയിലൂടെ പോയാൽ ഒന്നും കിട്ടുകയില്ല. കിട്ടിയേക്കാം, അത് അതിനേക്കാളും വലിയ പരീക്ഷണവുമാകും. വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കിട്ടേണ്ടത് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവിനോട് പിണങ്ങാൻ പാടില്ല. അനാവശ്യമായ മോശമായ വഴികൾ സ്വീകരിക്കാൻ പാടില്ല. കാത്തിരിക്കണം. ദീർഘമായി കാത്തിരിക്കേണ്ടി വന്നാൽ പോലും അക്ഷമനാവാൻ, നിരാശനാവാൻ പാടില്ല. വലിയൊരു പാഠമാണ് അതിലൂടെ റസൂലുള്ളാഹ് കൈമാറുന്നത്. ഒരു 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ നിലവാരത്തിലുള്ള ഹോട്ടലിൽ നമ്മൾ പോകുന്നു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. അത് ലഭിക്കാൻ 20-30 മിനിറ്റ് കാത്തിരിക്കണം. നമുക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. നമുക്ക് ഉറപ്പാണ് ഭക്ഷണം കിട്ടും. എന്താണ് കാരണം? നാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റർ നമുക്ക് വേണ്ടി ഇത് കൊണ്ടുവരും. അത് നമ്മളുടെ ഒരു സാധാരണ ബോധമാണ്. എങ്കിൽ അള്ളാഹു തരാനിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കുറച്ചുകൂടി കാത്തിരുന്നുകൂടെ? 30 മിനിറ്റ് എന്നത് ഒരു പക്ഷെ 30 ദിവസമായേക്കും. എന്ന് മാത്രമല്ല, നാം ഓർഡർ ചെയ്തിരിക്കുന്ന ഭക്ഷണം, ബിരിയാണി നമ്മുടെ ആരോഗ്യത്തിന് പറ്റുമോ, കൊളസ്ട്രോൾ കൂടുമോ എന്നൊന്നും വെയിറ്റർക്കറിയില്ല. അയാളത് കൊണ്ടുവന്ന് തരും. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതാവട്ടെ, അത് അള്ളാഹു ഒന്ന് നോക്കും. ഞാൻ ഇപ്പോൾ കൊടുത്താൽ അവന് ഉപകരിക്കുമോ, അപായമാകുമോ, നേട്ടമാകുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് പടച്ചവൻ വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചധികം സമയമെടുക്കും, ദിവസമെടുക്കും. ഇത് ഒരു ലളിതമായ ഉദാഹരണമാണ്. ഇനി നമുക്ക് റസൂലുള്ളാഹ് പറഞ്ഞ ഹദീസ് ഒന്നുകൂടി കേൾക്കുക. ലാ യഹ്മിലന്ന അഹദക്കും ഇസ്തിബ്താ അർറിസ്ഖി. റിസ്ക്, ഭക്ഷണം, വിഭവങ്ങൾ കിട്ടാൻ വൈകുന്നത് അള്ളാഹുവിനോട്
ധിക്കാരം കാണിക്കാൻ കാരണമാവാൻ പാടില്ല. കാത്തിരിക്കണം. ഹോട്ടലിൽ പോയി ഭക്ഷണത്തിന് കാത്തിരിക്കുന്നത് പോലെ പ്രതീക്ഷയോടുകൂടെ ഇപ്പോൾ കിട്ടും, ഇപ്പം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നാൽ ഒരിക്കലും ജീവിതം വെറുതെയാവുകയില്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം നല്ല നിലവാരമുള്ള ഒരു ഹോട്ടലിൽ കാത്തിരിക്കുന്നത് പോലെയാണ്. എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. നമ്മുടേതായിട്ട് ഒന്നും കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ മനസ്സ് അതിനു വേണ്ടി നേരത്തെ ആവശ്യമായ രൂപത്തിൽ പാകപ്പെടുത്തണം എന്നേ ഉള്ളൂ. പ്രസിദ്ധ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എങ്ങനെയാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ വിലയിരുത്തേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്യാമു സലാസ, ഒരു മനുഷ്യന് അള്ളാഹു നൽകിയേക്കാവുന്ന അനുഗ്രഹങ്ങൾ 3 രൂപത്തിലായിരിക്കും. ഒന്ന്, നിഅമത്തുൻ ഹാസുല യഅലമു ബിഹൽ അബ്ദു, നമ്മളൊക്കെ അറിയുന്ന, നമുക്ക് മനസ്സിലായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രത്യേകമായിട്ട് ആരും ഓർമ്മിപ്പിക്കേണ്ടതില്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന ധാരാളം അനുഗ്രഹങ്ങൾ, അത് ഒരു ഇനമാണ്. മറ്റൊന്ന് വനിയമത്തുൻ മുൻതദിറ യർജുഹ, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും. എനിക്ക് ഇന്നതെല്ലാം കിട്ടും എന്ന് നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടാകും. ചിലപ്പോഴതെല്ലാം കിട്ടുകയും ചെയ്യും. അതും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വനിയമത്തുൻ ഹുവ ഫീഹാ വലാ യശ്ഉ ബിഹാ, മൂന്നാമത്തേത് നമുക്കൊക്കെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമുക്ക് എപ്പോഴോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടിയത് ന്യായമത്താണ്, അനുഗ്രഹമാകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ഈ രൂപത്തിലാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ, ആനുകൂല്യങ്ങളെ നമ്മൾ വിലമതിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും അമൂല്യമാകുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് വിശ്വാസികൾക്ക് വരാൻ അവരുടെ ഈമാൻ പ്രചോദനമാവണം എന്നുകൂടിയാണ് ഇത് ഉണർത്തുന്നത്. അപ്പോൾ കിബർ, അഹങ്കാരമില്ലാതെ, അതിക്രമ ചിന്തയില്ലാതെ, അനുഗ്രഹങ്ങളോട് നന്ദികേടില്ലാതെ, എന്തെങ്കിലും കിട്ടാൻ വൈകുമ്പോൾ അക്ഷമനാവാതെ ജീവിച്ചാൽ, ഈ 4 കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അത് അവൻ തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, എത്ര കാലത്തേക്ക് വേണമെങ്കിലും പിടിച്ചു നിൽക്കാവുന്ന ഒരു സർവകാല ഗ്യാരണ്ടിയാണ് അള്ളാഹു ഈ നൽകുന്നത്. അതിന് അർഹരായിട്ട് നമ്മൾ ജീവിക്കുക. മറ്റെന്ത് നഷ്ടപ്പെട്ടാലും, മറ്റെന്ത് കൈവിട്ടു പോയാലും അള്ളാഹു നമ്മിൽ നിന്ന് കൈവിട്ടു പോവുകയില്ല എന്ന പ്രതീക്ഷയിലും, അവൻ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്ന പ്രതീക്ഷയിലും ജീവിക്കുക. അതിന് ഈമാനും അതിനേക്കാളേറെ നല്ല നല്ല പുണ്യങ്ങളും അമലുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം നല്ല മനുഷ്യരായി, നല്ല അള്ളാഹുവിന്റെ അടിമകളായി, ഇബാദുസ്വാലിഹീങ്ങളായി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അത്തരം സ്വതക്കകളും മറ്റ് പുണ്യകർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ അവൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന രൂപത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കാനുണ്ടെങ്കിൽ അവയെല്ലാം നമ്മിൽ നിന്ന് തട്ടിമാറ്റി പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, കഴിഞ്ഞ ആഴ്ചയിലും മരണപ്പെട്ട മറ്റു ചില സുഹൃത്തുക്കൾക്ക് പടച്ചവനെ നീ അവർക്കെല്ലാം റഹ്മത്ത് നൽകി, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ രോഗങ്ങളും ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം പടച്ചവൻ ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന മറ്റു ബന്ധുക്കൾ എല്ലാവർക്കും പടച്ചവനും നീ ഖൈറും ബറക്കത്തും നൽകി ആഫിയത്തുള്ള ആരോഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار